ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത എ പത്മകുമാർ. ആരാണ് എ പത്മകുമാർ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരമുണ്ട്. ആദ്യത്തെ ഉത്തരം മുതിർന്ന CPIM നേതാവ് എന്നായിരിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. CPIM നേതാവ് തന്നെയാണ്, സംശയമില്ല. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാകാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗമാക്കിയില്ല. അതിനെതിരെ പരസ്യമായി പ്രതിഷേധിച്ച് രംഗത്ത് വന്നത് നാം കണ്ടതാണ് CPIMന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ. പത്തനംതിട്ട നിന്ന് മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാക്കിയതിന് എതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു എ പത്മകുമാർ. അന്ന് തന്നെ പത്മകുമാർ എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്ന് ഏതാണ്ട് മനസ്സിലായതാണ്. എന്നാൽ ഇന്നിതാ മറ്റൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് രാഹുൽ ഈശ്വറാണ്. തന്ത്രി കുടുംബാംഗമാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് എ പത്മകുമാർ എടുത്ത നിലപാട് എന്താണ്? CPIMന്റെ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടിനൊപ്പം നിന്നിരുന്നോ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാർ? അദ്ദേഹം അപ്പുറവും ഇപ്പുറവും കളിക്കുക എന്ന് പറയില്ലേ, ഡബിൾ റോളിൽ കളിക്കുക എന്ന് പറയാറില്ലേ, ആ ഡബിൾ റോൾ കളിച്ചിരുന്നു എന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മോട് പറയുന്നത്. ഇരട്ടത്താപ്പ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ് രാഹുൽ ഈശ്വറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ശരിയാണെങ്കിൽ പത്മകുമാറിൻ്റെ നിലപാട് പാർട്ടിയുടെ നിലപാടിന് ഘടകവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുമാത്രമല്ല, ശബരിമല വിഷയത്തിൽ പല സമരങ്ങളും നാം കണ്ടിരുന്നു. നിലയ്ക്കൽ, പമ്പയിലൊക്കെ സമരമുണ്ടായിരുന്നു. എന്നാൽ സന്നിധാനത്ത് സമരമുണ്ടാകാറില്ല, ഇതുവരെയും ഉണ്ടായിട്ടില്ല. ശബരിമല സന്നിധാനത്ത് ഹിന്ദു ഐക്യവേദിക്കാർക്കും സംഘപരിവാറുകാർക്കും RSSകാർക്കും BJPക്കാർക്കും ഒക്കെ സമരം ചെയ്യാനും മുദ്രാവാക്യം വിളിക്കാനും അവസരമൊരുക്കി കൊടുത്തതും അതിന് തുടക്കം കുറിക്കാൻ സഹായിച്ചതും പത്മകുമാറാണ് എന്നാണ് രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് വായിക്കാം. അതിങ്ങനെയാണ് രാഹുൽ ഈശ്വറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യ അറസ്റ്റ് എൻ്റെ 82 വയസ്സുള്ള മുത്തശ്ശി ദേവകി അന്തർജനത്തിൻ്റെതാണ്. അത് അയ്യപ്പന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇന്ന് അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്തതിനാണ് പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തത്. മനസ്സ് നീറുന്ന വിഷമമാണ് പത്മകുമാർ സാറിൻ്റെ അറസ്റ്റ് വാർത്ത കേൾക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ ശമ്പളം ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാൻ തരാമെന്ന് പറഞ്ഞ, ശബരിമല വിധി വന്നപ്പോൾ കണ്ണീരണിഞ്ഞ ഒരു മനുഷ്യൻ. ഒരു വശത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായിയെ, മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ഒരു സഖാവ്. ഇങ്ങനെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അറസ്റ്റിൽ ആയതിൽ വിഷമമുണ്ട്, അല്ലെങ്കിൽ വിഷമമാണ്. ആദ്യ ദിനം പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ചത് പത്മകുമാർ സാർ ആണ്. ആദ്യ ദിനം പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ചത് പത്മകുമാർ സാർ ആണ്. ഇതാണ് പോസ്റ്റ് രാഹുൽ ഈശ്വറിൻ്റെ. എന്ന് വെച്ചാൽ സന്നിധാനത്ത് സമരം തുടങ്ങിയത് രാഹുൽ ഈശ്വറും അതേപോലെ രാഹുൽ ഈശ്വറിൻ്റെ മുത്തശ്ശിയും അമ്മയുമായിരുന്നു. സ്ത്രീ പ്രവേശനത്തിന് എതിരെ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ശബരിമലയിൽ കയറാമെന്ന് സുപ്രീം കോടതി വിധി വരികയും ശബരിമലയിലേക്ക് കയറാൻ സ്ത്രീകൾ സന്നദ്ധരായി രംഗത്ത് വരികയും ഒക്കെ ചെയ്ത സാഹചര്യം ഉറപ്പായും സുപ്രീം കോടതി വിധിയാണ്. ശബരിമലയിൽ കയറാൻ വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും സംസ്ഥാന സർക്കാരിനുണ്ട്. അതാണ് സംസ്ഥാന സർക്കാർ ചെയ്യാൻ ശ്രമിച്ചത്. എന്നാൽ അതിനെതിരെയായിരുന്നു സമരം. ആ സമരം സന്നിധാനത്തേക്ക്, സാധാരണ സന്നിധാനത്ത് സമരം ഉണ്ടാകാറില്ല, മുദ്രാവാക്യം വിളി ഉണ്ടാകാറില്ല. അവിടെ കേൾക്കുന്ന ഒരേയൊരു ശബ്ദം ശരണമന്ത്രം മാത്രമാണ്. ആ ശബരിമലയിൽ സന്നിധാനത്ത് പിണറായി വിജയനെതിരെ, സർക്കാരിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ, CPIMനെതിരെ ഒക്കെ രാഷ്ട്രീയ മുദ്രാവാക്യം വിളിക്കാൻ അവസരമൊരുക്കാൻ, അതിന് തുടക്കം കുറിക്കാൻ സഹായം ചെയ്തു കൊടുത്തത് പത്മകുമാറാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അങ്ങനെയല്ലെങ്കിൽ പത്മകുമാർ അത് നിഷേധിക്കട്ടെ. ഇപ്പോൾ ജയിലിലാണ്, പുറത്തിറങ്ങി നിഷേധിക്കട്ടെ. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് മുതൽ തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും പത്മകുമാർ അത് സംബന്ധിച്ച് മറുപടി പറയുമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം പറയുമായിരിക്കും. ഇത് സത്യമാണോ അല്ലേ എന്നത് പറയേണ്ടത് പത്മകുമാറാണ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ശമ്പളം സമരത്തിന് നൽകാൻ തയ്യാറാണ്. സമരം ചെയ്യുന്നവർക്ക്
ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ CPIM നേതാവിന്റെ ശമ്പളം നൽകാൻ തയ്യാറാണ്. ശബരിമല വിധി വന്നപ്പോൾ കണ്ണീരണിഞ്ഞ മനുഷ്യനാണ്. സ്ത്രീകളെ പ്രവേശിക്കണമെന്ന് എല്ലാ വിഭാഗത്തിലും പെട്ട സുപ്രീം കോടതി വിധിയാണ്. അത് വന്നപ്പോൾ കണ്ണീരണിഞ്ഞ മനുഷ്യനാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രിയെയും മറുവശത്ത് വിശ്വാസികളെയും രണ്ടുപേരെയും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ആദ്യ ദിനം പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അയ്യപ്പൻ ചെറിയ ആളൊന്നുമല്ല. അയ്യപ്പൻ വലിയ ആൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം സന്നിധാനത്ത് രാഷ്ട്രീയ സമരങ്ങൾ ഉണ്ടാകാറില്ല. അങ്ങനെ സന്നിധാനത്ത് രാഷ്ട്രീയ സമരത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ആൾ എ പത്മകുമാർ ഇപ്പോൾ ജയിലിലാണ്. പത്മകുമാർ ജയിലിലേക്ക് പോകുന്നു എന്നത് മാത്രമല്ല, പത്മകുമാറിന് മൊഴിയുണ്ട്. അത് തന്ത്രി കുടുംബത്തിന് നേരെയാണ് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത അന്വേഷണം, ചോദ്യം ചെയ്യൽ ആരെയായിരിക്കും? തന്ത്രിയായിരിക്കും. തന്ത്രി കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനമെടുത്തത് എന്ന മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് പത്മകുമാർ എന്നാണ് അറിയുന്നത്. ഇക്കാര്യം കോടതിയെ അറിയിക്കാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അടുത്ത തീരുമാനം. എന്ന് വെച്ചാൽ അയ്യപ്പ സന്നിധിയെ സമരഭൂമിയാക്കി മാറ്റിയവർ എല്ലാവരും ഒന്നടങ്കം ജയിലിലേക്ക് പോകുന്നു. അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവർ എല്ലാവരും ജയിലിലേക്ക് പോകുന്നു. എന്തൊക്കെയാണ് ശബരിമലയിൽ നടക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല. അന്വേഷണം ഏത് ഘട്ടത്തിലേക്കാണ് പോകുന്നത് എന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥ. എവിടെ ചെന്ന് അവസാനിക്കും ഈ അന്വേഷണം? തന്ത്രി കുടുംബത്തിലാണോ തന്ത്രിയിലാണോ എന്നതാണ് ഇനി അറിയാനുള്ളത്.